ഇന്നലെ എന്തായാലും രാവിലെ തന്നെ നമ്മളൊരു ചിക്കൻ ദം ബിരിയാണി പിടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം വൈകുന്നേരമായി ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയി. ഈ വരുന്ന കുരുപ്പാണ് അതിനെല്ലാത്തിനും കാരണം. നമ്മുടെ പറമ്പിൽ നിന്നൊന്ന് തെന്നി താഴേക്ക് വീണ് മൂക്കിൽ എന്തോ കുത്തി കയറിയിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ തുരുതുരാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തേക്ക് തട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബസ്മതി റൈസാണ്. അപ്പം ബസ്മതി റൈസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇരട്ടി വെള്ളം ഒഴിക്കുക. റൈസ് എന്താണ് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉപ്പിടുക. പിന്നെ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഗ്രാമ്പു വേണ്ട, പട്ട, പിന്നെ ഈ ഇല, അതുപോലെ നാരങ്ങ നീര്, പിന്നെ സ്റ്റാർ, അങ്ങനെ കുറച്ച് ഏലക്ക ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് ഫ്ലേവറിനായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി ഈ ഒരു റൈസ് വേവിക്കാൻ പോവാണ്. റൈസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം. അടുപ്പ് സെറ്റാക്കാൻ വേണ്ടി ഇതാണ്ട് മീൻ കല്ലൊക്കെ ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. ഞാനാണ് ഈ 2 കല്ല് ചുമന്നുകൊണ്ട് വന്നത്. നമ്മൾ ഇന്ന് അടുപ്പ് സെറ്റാക്കുന്നത് വീടിൻ്റെ അകത്തൊന്നുമല്ല, പുറത്താണ്. അപ്പോൾ പുറത്ത് സെറ്റാക്കൊണ്ടുന്ന സമയത്താണ് നമ്മളുടെ മലയണ്ണാൻ ഇതാണ്ട് ഈ കരയുന്ന ശബ്ദം കേട്ടോ. മലയണ്ണാൻ ആണ് ഇവിടെ കരയുന്നത്. എനിക്ക് തോന്നുന്നു പൈനാപ്പിളൊക്കെ കണ്ടിട്ടാണ് ഇത് കരയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിളൊക്കെ കൊടുത്തൊന്ന് വിളിച്ച് നോക്കി, പക്ഷേ സംഭവം വരുന്നില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കല്ലൊക്കെ സെറ്റാക്കി. അതിന് ശേഷം നമ്മൾ കല്ലൊക്കെ സെറ്റാക്കിയിട്ട് തീ പിടിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് കിടന്നത്. അപ്പോൾ ഈ തീ പിടിപ്പിക്കുന്നത് മീനുമാണ്, വേറെ ആരുമില്ല. ഞാൻ പിടിപ്പിച്ചിട്ട് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് മീനും ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തീ പിടിപ്പിക്കാൻ അറിയില്ലെന്നാണ് ഇവൾ പറയുന്നത്. ഇപ്പോൾ കണ്ടോണം മണ്ണെണ്ണയെല്ലാം ഊറ്റിയിട്ട് ഇവളുടെ മോന്തയ്ക്കോട്ട് ഇപ്പോൾ ഇരിക്കും. എങ്ങനെയാണ് ഇവൾ തീ പിടിപ്പിക്കുന്നത് എൻ്റെ പൊന്നു. ശേഷം നമ്മൾ നമ്മുടെ താടിക്കാരൻ പറയുന്ന പോലെ നമ്മുടെ ആസ്ഥാനം ഉരുളി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ വറക്കുവാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ രണ്ട് മുന്തിരിങ്ങയും അതൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്ന പണി. എന്നിട്ട് നമ്മുടെ ചിക്കൻ എന്താ വറന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കോരി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതാണ് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത്. നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണിക്ക്. ചിക്കൻ വറക്കാതെ വെക്കുമ്പോൾ എല്ലാം ഉടഞ്ഞു പോകുന്ന തരത്തിലായിരിക്കും എന്തായാലും നമുക്ക് കിട്ടുക. ഈ ചിക്കൻ വറുത്ത എണ്ണയിലേക്കാണ് നമ്മൾ സവോള ഇടേണ്ടത്. സവോള നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സവോള ആദ്യമേ ഇടുന്നത് വറുത്ത് കോരാനുള്ള സവോളയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 5 സവോളകൾ എടുത്തിട്ടുണ്ട്. 1 കിലോ റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 സവോള എടുത്ത് വറക്കുക. 5 സവോളയല്ല, 5 സവോളയുടെ പകുതി എടുത്ത് വറക്കുക. ഈ വറക്കുന്നതിൻ്റെ ഇടയിലെല്ലാം പട്ടികളൊക്കെ വന്ന് നോക്കി ഇപ്പോൾ ഉണ്ട്, പട്ടിക്ക് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ച് ശേഷം നമ്മൾ സവോളയൊക്കെ വറുത്ത് കോരി ഈ സവോളയ്ക്കകത്തേക്ക് വേണം നമ്മൾ ഇനിയിപ്പം പച്ചമുളക് തട്ടാൻ പോവാണ്. നമ്മൾ ആദ്യമേ സവോള ഇട്ട് വഴട്ടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ പച്ചമുളക് മാത്രം ഇട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇനി സവോള ഇടുക. ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യാനുള്ളൊരു കോളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സവോള വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് അരച്ചത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി കുട്ടന്മാർ 2 എണ്ണം, ഒരു വലുതും ഒരു ചെറുതുമാണ് എടുത്തിരിക്കുന്നത്. അത് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, നമ്മളുടെ ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, ഇത്ര ഇൻഗ്രീഡിയൻസ്. അതും ഞാൻ ഒരു അളവൊന്നും വെച്ചിട്ടല്ല എടുത്തിട്ടുള്ളത്, എൻ്റെ അളവിനാണ്. ഇന്നത്തെ ബിരിയാണി എൻ്റെയാണ്, പക്ഷേ ജോലി മൊത്തം ചെയ്യുന്നത് മീനുമാണ്. നിങ്ങൾ വിചാരിക്കുക അവളാണല്ലോ ചെയ്യുന്നത്, അവളുടെ ബിരിയാണിയാണ്. ഒരിക്കലുമല്ല ഗൈസ്, എൻ്റെ ബിരിയാണിയാണ്. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു കൊടുത്ത എൻ്റെ ഓൺ ബിരിയാണിയാണിത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് മസാലയൊക്കെ മൂത്ത് വന്നപ്പോൾ ചിക്കൻ തട്ടിയിട്ടുണ്ട് വറുത്ത് വെച്ച്. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ചൂടുവെള്ളമാണ് വേണ്ടത്, പക്ഷേ ചൂടുവെള്ളം ഇല്ലാത്തവർക്ക് പച്ചവെള്ളം ഒഴിക്കാവുന്നതാണ്. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കുക. ഹലോ ഷെഫ്, എന്താണ് പറയാനുള്ളത് ഈ നിമിഷത്തിൽ? ഷെഫ് പൈനാപ്പിൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ചെയ്യുന്നത്. ചില പ്ലേസിലൊക്കെ അങ്ങനെയാണ്. ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന ബിരിയാണിക്കകത്തൊക്കെ പൈനാപ്പിൾ ഇടും, ചില ആൾക്കാർ പൈനാപ്പിൾ ഇടത്തില്ല. നമ്മളെന്തായാലും ഇന്ന് അടിച്ച് പൊളിക്കല്ലേ മീന്. സെറ്റപ്പാ, സൂപ്പർ. സ്ഥലമൊന്നും കിട്ടിയില്ല, ഞങ്ങളെന്തായാലും വീടിൻ്റെ ബാക്കിലൊന്ന് സെറ്റപ്പാക്കി നമ്മുടെ കിച്ചൺ. ഇതാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കറിയൊക്കെ വെച്ച് തരുക.
ഇപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം നല്ല വറ്റി നല്ല എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവായിരിക്കണം ഈ ബിരിയാണിയുടെ കറിക്ക് വേണ്ടത്. അതായത് ഓവറായിട്ട് വെള്ളം വേണ്ട, നല്ലതായിട്ട് വറ്റി ഒരു കുറുകി വരുന്ന പരുവാകുമ്പം നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നല്ല വിശന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാനും കുഞ്ഞാറ്റും എല്ലാം കൂടെ പൈനാപ്പിളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും വിശന്ന് പോയി. കാരണം ഇവളെയും കൊണ്ട് ആശുപത്രി ഓടിയിട്ട് വന്നപ്പോൾ തന്നെ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചോറൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള തീറ്റ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പൈനാപ്പിളിൻ്റെ പകുതി എടുത്ത് മാറ്റി വെച്ചു. പൈനാപ്പിളിൻ്റെ പകുതി മാത്രം മതി. ശേഷം നമ്മൾ വലിയൊരു അണ്ടാവ് എടുത്തിട്ട് ആ അണ്ടാവിലേക്ക് വേണം ചിക്കൻ തട്ടാൻ വേണ്ടി. ചിക്കൻ തട്ടിയിട്ട് മൊത്തം ചിക്കനും തട്ടിക്കൊള്ളുക നിങ്ങൾ. പിന്നെ നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പൈനാപ്പിളും പിന്നെ നമ്മൾ കുറച്ച് മാത്രം ഈ പറയുന്ന സവോളയും മാത്രം ഇടുക. കുറച്ച് ഇടാവുള്ളൂ. നിങ്ങൾ ചെറുതായിട്ടൊന്ന് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നിടുക. ചെറുതായിട്ടൊന്ന് കാഷ്നട്ട് കിസ്മസ് ഇടുക. എത്ര മതി, ചെറുതായിട്ട് മാത്രമേ ഇടാവുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മൊത്തം റൈസ് ഇട്ടിട്ട് നമ്മുടെ 1 കിലോ റൈസാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ആവർത്തിക്കുക. പൈനാപ്പിൾ, ഉള്ളി വറുത്ത് വെച്ചത്, മല്ലിയില, പുതിനയില മൊത്തം ഇടുക. അവൾക്കറിയില്ല, അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഇടേണ്ടതെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളൊരു ഇച്ചിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. മഞ്ഞ കളറാണ് ഞങ്ങൾ ചേർക്കുന്നത്. അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളതിൻ്റെ പൊക്കത്തോടെ മൊത്തത്തിലും കാഷ്നട്ടും കിസ്മിസൊക്കെ അങ്ങ് വറുത്ത് മാറ്റി വെച്ച് അങ്ങോട്ട് വിതറിയിടുക. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മളിടുന്ന എസൻസ് ആണ് ഗൈസ്. ഈ എസൻസ് ഇട്ടിട്ട് ഞങ്ങളൊരു കാര്യം മറന്നുപോയി. ഞങ്ങൾ നേരെ മൈദ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചു. എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഞങ്ങൾ സഹിതം വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ അടച്ച് എല്ലാം ഭദ്രമാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തോ മറന്നിട്ടുണ്ടല്ലോ എന്ന് ചിന്ത വന്നത്. അതിനുശേഷം പിന്നെയാണ് മനസ്സിലായത് നമ്മൾ നെയ്യ് ഒഴിച്ചിരുന്നത്. പിന്നെ തുറന്നിട്ട് നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ നമ്മുടെ ദമ്മിടുന്ന പരിപാടിയിലേക്കായിരുന്നു. ദമ്മൊക്കെ നമ്മൾ നേരെ കനലെല്ലാം കോരി അതിൻ്റെ മണ്ടയിലേക്ക് വെച്ചിട്ട് നമ്മൾ പോയിട്ട് ഒന്ന് വിശ്രമിക്കാനിരുന്ന്. ഞാൻ വിശ്രമിച്ചില്ല. നമ്മളുടെ ഏകദേശം സമയമൊക്കെ നമ്മൾക്ക് 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു വിശന്ന്. ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഞങ്ങൾ വിചാരിച്ച് മഴ പെയ്യുമെന്ന്, പക്ഷേ മഴ പെയ്തില്ല. എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് പോയി ചിക്കനൊക്കെ ഒന്ന് വറുത്ത് ഇതേണ്ട ദം പൊട്ടിക്കുന്ന പരിപാടിയിലേക്കാണ്. അടിപൊളി. ഒന്ന് നമ്മൾ 10-15 മിനിറ്റ് മാറ്റി വെച്ച് ദമ്മിട്ടായിരുന്നു. ദമ്മിട്ടപ്പോഴാണ് ഒരു പരിപാടി ആയിപ്പോയത്. ഇതുണ്ടോ മണ്ടയിൽ ഈ ഗീ ഒഴിച്ചുകൊണ്ട് ആ കാഷ്നട്ടും കിസ്മിസും ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞായിരുന്നു മണ്ടയിൽ. പക്ഷേ അങ്ങനെ അത്രയും അധികം കരിഞ്ഞില്ല. നിങ്ങൾക്കിത് കോരി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാഷ്നട്ടും കിസ്മിസും ചെറുതായിട്ട് മണ്ടയിലൊന്ന് ഒരു തെരിപ്പ് പോലെ ഇങ്ങനെ വന്നതേ ഉള്ളൂ. അതെനിക്ക് ഇപ്പോഴും വായി വെള്ളം വരുന്ന ഈ ചിക്കൻ ബിരിയാണി കണ്ടിട്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. അടിപൊളി ദമ്മിട്ടത്. ഇതുണ്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ഇത് കിട്ടണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താണ് എൻ്റെ ചിക്കൻ വറുത്തതിൻ്റെ അകത്ത് കുരുമുളകിൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആദ്യമേ തന്നെ കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. അമ്മ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യമേ വീട്ടിലെ മുതിർന്ന വ്യക്തിക്കാണ് കൊടുക്കേണ്ടത് എന്നാണല്ലോ. അപ്പോൾ അത് നമ്മളെന്തായാലും ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും തെറ്റിക്കുന്നില്ല. നേരെ കൊണ്ട് അമ്മയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുവാണ്. ഇനി അമ്മയുടെ ഊഴാണ്. അമ്മ തിന്നിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ എൻ്റെ വായക്കട വെള്ളം ഊറിയായിരുന്നു. പിന്നെ ഇതിപ്പം കണ്ട സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിന്നുന്നത്. മീനുമാണ് ഇനി എടുത്തിരിക്കുന്നത്. മീനുവിൻ്റെ ഊഴമാണ്. മീനു എന്താണ് പറയുന്നത് നോക്കി. ഇതുകൊണ്ട് നിങ്ങൾ ചിക്കൻ ബിരിയാണി നോക്കി ഇതിൻ്റെ ഈ റെസിപ്പി നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ള ഈ റെസിപ്പി വെച്ച് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റായിട്ട് ഇടുക. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആശിച്ച് കൊതിച്ചാണ് തിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ എന്ന് പറയുമ്പോൾ വർഷത്തിലൊന്നോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാറില്ല. എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിന്നുകൊണ്ടിരുന്നപ്പം ഒരുത്തി വന്ന് ബാക്കിൽ കയറി നിന്നിട്ട് എന്നെ തിന്നാൻ അനുവദിക്കുന്നില്ല. ഇതുണ്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തോളത്ത് കയറലും എല്ലാമാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ തോളത്ത് കയറി നിൽക്കുന്നതും. ഈ കുരുത്തം കെട്ടേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നമ്മൾ ഇരുത്തത്തില്ല. ഇതിൻ്റെ പുറകെ നമ്മൾ പോകണം. രാവിലെ എണീക്കും. രാവിലെ എണീറ്റിട്ട് അവൾക്കൊരു ബോൾ എടുത്തുകൊണ്ടായിരിക്കും പിന്നത്തെ പരിപാടി. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.